ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കോഴിമുട്ട ഒന്നിങ്ങനെ പുഴുങ്ങിയെടുത്താലോ? ആവിച്ചെമ്പിൽ സ്റ്റീമറിൽ വേണ്ട, ഇങ്ങനെ ഒന്ന് പുഴുങ്ങിയെടുത്ത് നോക്കിയാൽ നന്നായി വാഷ് ചെയ്യണേ. തമ്മിൽ കൂട്ടിയടിക്കില്ല, പൊട്ടുമില്ല, ഒന്നുമില്ല. വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കോഴിമുട്ട വെച്ച് കൊടുക്കാം. നന്നായി വാഷ് ചെയ്ത കോഴിമുട്ടയാണ്. ഇതുപോലെ ഒന്ന് കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചോട്ടെ. നന്നായി വാഷ് ചെയ്യണം. നമുക്കിത് വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. കോഴിമുട്ട വെന്തത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായി വെന്ത് കിട്ടും. നമുക്കങ്ങനെ പൊട്ടിപ്പോകൊന്നുമില്ല. കൂട്ടിയടിച്ചോ പൊട്ടിയിട്ട് അങ്ങനെ കേടായി പോകുന്നില്ല. പെട്ടെന്ന് തോല് പൊരിച്ചെടുക്കാനും പറ്റും. പെട്ടെന്ന് തോല് പൊരിച്ചെടുക്കാം. നല്ലോണം വാഷ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ തമ്മിൽ കൂട്ടിയടിക്കില്ല, ഒന്നുമില്ല. 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പാനൊക്കെ വെച്ചിട്ട് അതിൽ ഓയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾ, മുളക്, ഉപ്പ്, ഇത്തിരി പെരുംജീരകം ഈ ഓയിലിലേക്ക് ഇട്ടെടുക്കാം. നമുക്ക് പൊരിച്ചെടുത്ത കോഴിമുട്ട അതിലേക്ക് ഇട്ടു. കോഴിമുട്ട എങ്ങനെ ഒന്ന് പൊഴിഞ്ഞ് നോക്കി, നല്ലതാ ഉണ്ടോ? ഗുണമൊന്നും പോവില്ല എന്നല്ല പറയുന്നത്. ഇങ്ങനെ പൊഴിഞ്ഞുമ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ പൊരിച്ചാൽ ഇങ്ങനെ എല്ലാം വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടുപ്പത്തിട്ട് മരിച്ചെടുക്കാം. കോഴിമുട്ട നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കഴിക്കാൻ കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ കോഴിമുട്ട അതുപോലെ ഒന്ന് പുഴുങ്ങിയിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കോഴിമുട്ട പൊട്ടി പോകുന്നില്ല, തമ്മിൽ അടിച്ചു പോവില്ല, പൊട്ടി പോവില്ല. അങ്ങനെ പുഴുങ്ങിയാൽ മതി ആവിച്ചെമ്പിൽ വെച്ചിട്ട്. അപ്പോൾ നല്ല ഉണ്ടാവും. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഇനി ഇത് വേണമെങ്കിൽ പൊളിച്ചിട്ട് വേർപ്പിച്ചിട്ട് ഇതേപോലെ വന്നത് കുരുമുളക് ഇട്ടിട്ടും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഇങ്ങനെ പൊരിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ.